ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ടൂർണമെൻറ്റുകളിൽ ഒന്നാണ്. IPLന്റെ വരവോടെ യുവതാരങ്ങൾക്ക് ദേശീയ ക്രിക്കറ്റിലേക്ക് വളരാനുള്ള ചവിട്ടുപടിയായി IPL മാറി. IPLന് ലോക ക്രിക്കറ്റിൻ്റെ സ്വീകാര്യത ലഭിച്ചതോടെയാണ് മറ്റു പല രാജ്യങ്ങളും T20 ലീഗുകളെ കളത്തിലിറക്കിയത്. ഇപ്പോൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾക്ക് കീഴിൽ T20 ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളുടെയും യുവതാരങ്ങൾക്ക് വളർന്നു വരാൻ ഇത്തരം ലീഗുകൾ സഹായകരമായിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക പ്രീമിയർ ലീഗുകളെല്ലാം ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോഴിതാ കേരളവും ഇതേ മാതൃകയിലേക്ക് വരാൻ പോവുകയാണ്. ദേശീയ ക്രിക്കറ്റിലേക്ക് വളർന്ന കേരള താരങ്ങളെ നോക്കിയാൽ വിരലിൽ എണ്ണാവുന്നവരെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ എടുത്തു പറയേണ്ടത് 3 പേർ മാത്രമാണ്. ടിനു യോഹന്നാൻ, സഞ്ജു സാംസൺ, ശ്രീശാന്ത് എന്നിവരാണ് ഈ താരങ്ങൾ. കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ കേരള T20 ലീഗ് ആരംഭിക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനായുള്ള നീക്കം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചനകൾ. ഇതിൽ എടുത്തു പറയേണ്ടത് പല പ്രമുഖരും ടീമിനെ ഇറക്കാൻ രംഗത്തുണ്ടെന്നതാണ്. ഇതിൽ പ്രമുഖരായ ക്രിക്കറ്റ് താരങ്ങളും ഉൾപ്പെടും. സഞ്ജു സാംസൺ കേരള പ്രീമിയർ ലീഗിൽ ടീമിനെ ഇറക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ടീമിനെ രംഗത്തിറക്കാനാണ് സഞ്ജു നീക്കം നടത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ. ക്രിക്കറ്റ് താരമെന്ന നിലയിൽ വളരുന്നതോടൊപ്പം സഞ്ജു സാംസൺ നിലവിൽ ബിസിനസ് രംഗത്തും സജീവമാണ്. റിയൽ എസ്റ്റേറ്റിൽ സഞ്ജുവിന് നിക്ഷേപമുണ്ട്. നിലവിൽ 100 കോടിക്ക് മുകളിൽ സഞ്ജുവിന് ആസ്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പ്രീമിയർ ലീഗിൽ ടീമിനെ ഇറക്കാൻ സഞ്ജുവിന് ആസ്തിയുണ്ട്. സഞ്ജുവിൻ്റെ ഭാര്യ ചാരുലതയും അച്ഛൻ സാംസൺ വിശ്വനാഥനും ചേർന്നാണ് ഈ കാര്യങ്ങൾക്കായുള്ള നീക്കം നടത്തുന്നത്. സഞ്ജു സാംസൺ IPLൽ രാജസ്ഥാൻ റോയൽസ് നായകനാണ്. അതുകൊണ്ട് തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക സഞ്ജുവിനെ സംബന്ധിച്ച് പ്രയാസമാവില്ല. ഇതിനായുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് വിവരം. കൊച്ചി ആസ്ഥാനമാക്കി ടീമിനെ ഇറക്കാൻ ശ്രീശാന്തും ശ്രമിക്കുന്നുണ്ടെന്നാണ് സൂചന. ഇതിനോടകം ക്രിക്കറ്റ് അക്കാദമി ആരംഭിച്ച് യുവതാരങ്ങൾക്ക് പരിശീലനം കൊടുക്കാൻ ശ്രീശാന്തിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ടീമിനെ ഇറക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ ശ്രീശാന്തും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. നിലവിൽ അവതാരകനായും കമൻ്ററായുമെല്ലാം ശ്രീശാന്ത് ക്രിക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീശാന്തും ടീമിനെ ഇറക്കാൻ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തിയേക്കില്ല. മുത്തൂറ്റ് ഗ്രൂപ്പ്, ഗോകുലം ഗ്രൂപ്പ് എന്നീ കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളും ടീമിനെ ഇറക്കാൻ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഗോകുലത്തിന് നിലവിൽ ഗോകുലം കേരള FC എന്ന പേരിൽ ഫുട്ബോൾ ടീമുണ്ട്. ക്രിക്കറ്റിലേക്കും തങ്ങളുടെ ടീമിനെ ഇറക്കാൻ ഇവർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സിനിമാ മേഖലയിലെ ചില പ്രമുഖരും ടീമുകളെ കളത്തിലിറക്കാൻ താൽപ്പര്യമറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ISL മാതൃകയിൽ വരുന്ന കേരള ഫുട്ബോൾ ലീഗിൽ പൃഥ്വിരാജിൻ്റെ ഉടമസ്ഥതയിൽ ടീം വരുന്നുണ്ടെന്നാണ് വിവരം. പൃഥ്വിരാജിന് ക്രിക്കറ്റിനോട് താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ടീമിനെ ഇറക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഈ വർഷം അവസാനത്തോടെ ലീഗിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും. ഏതൊക്കെ ടീമുകളാവും ഉണ്ടാവുക എന്നുമുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടായേക്കുമെന്നാണ് സൂചന.